എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ട് തഴമ്പിച്ച ഒരു വാക്കായിരിക്കും, പക്ഷേ അതിൽ നമുക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആണെങ്കിലും നിങ്ങൾ BEd കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത്. ശരിക്കും നമുക്കറിയാം എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ശരിക്കും ഇതൊരു ഇവാലുവേഷൻ മെത്തേഡാണിത്. ഇറ്റ്സ് എ ഇവാലുവേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു അസസ് ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡാണ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ്റെ 3 ഡൊമൈനുകളാണ്. ആ 3 ഡൊമൈനുകൾ നിങ്ങൾ ബ്ലൂംസ് ടാക്സോണമിയുടെ 3 ഡൊമൈനുകൾ നിങ്ങൾക്കറിയാം. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ. അതേ സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത്, പക്ഷേ മറ്റൊരു പേരിലാണെന്ന് മാത്രമേ ഉള്ളൂ. ലൈഫ് സ്കില്ല്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ആൻഡ് ആക്ടിവിറ്റീസ്. ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിച്ച പോലെ തന്നെ കൊഗ്നിറ്റീവ് സ്കില്ലുകളാണ്, അഫക്റ്റീവ് സ്കില്ലുകളാണ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ്. അതേപോലെ നമുക്ക് മോട്ടോർ സ്കില്ലുകൾ, സൈക്കോമോട്ടോർ സ്കില്ലുകളാണ് ശരിക്ക് ഇവിടെ ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ലൈഫ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സോഷ്യൽ സ്കില്ല്, തിങ്കിങ് സ്കില്ല്, ഇമോഷണൽ സ്കില്ല്, ആ രീതിയിലുള്ള സ്കില്ലുകളൊക്കെ. ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസിൽ പറയുന്നത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ടീച്ചേഴ്സ്, യൂണിഫോം, വാല്യൂ സിസ്റ്റംസ്, ഒരുപാട് വാല്യൂ സിസ്റ്റംസ് ഉണ്ട്. അതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ടിവിറ്റീസിൽ നമുക്ക് സയൻറ്റിഫിക് സ്കില്ലുകൾ, അതേപോലെ ക്രിയേറ്റീവ് സ്കില്ലുകൾ. ഈ സയൻറ്റിഫിക് സ്കിൽ എന്ന് പറയാൻ കാരണം നമ്മൾ ലാബുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായതുകൊണ്ടാണ്. മറ്റൊരുപാട് ആക്ടിവിറ്റീസൊക്കെ അതിൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡൊമൈൻസാണ്. ഇത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് നോക്കാം. അതിൻ്റെ പേര് പോലെ തന്നെ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായ എന്നുള്ളതാണ്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രമായ, നമ്മൾ ഹോളിസ്റ്റിക് എന്ന വാക്കൊക്കെ ഉപയോഗിച്ചിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. സമഗ്രമായിട്ടുള്ളതാണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിരുത്തുക. ആ ഒരു 3 വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാൻ തന്നെ പാടുള്ളൂ. എങ്കിലേ നമുക്കതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റ് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻറ്റ് ദാറ്റ് കവർ ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് പേഴ്സണാലിറ്റി. അത് നമ്മൾ സ്കൂൾ ബേസ്ഡിലുള്ള ഇവാലുവേഷനാണ് നമ്മൾ കണ്ടിന്യൂസ് CCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റുഡൻറ്റ് ദാറ്റ് കവർ ഓൾ ആസ്പെക്ട് ഓഫ് സ്റ്റുഡൻസ് പേഴ്സണാലിറ്റി. സ്റ്റുഡൻസ് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇവാലുവേഷനാണ് CCE എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് ഇറ്റ് ഈസ് എ കരിക്കുലർ ഇനീഷ്യേറ്റീവ് അറ്റംപ്റ്റഡ് ടു ഷിഫ്റ്റ് എംഫസൈസ് ഫ്രം മിയർ ടെസ്റ്റിംഗ് ടു ഹോളിസ്റ്റിക് ലേണിംഗ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഒരു അതിർത്തി വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്, അതിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കൺസ്ട്രക്റ്റീവ്സിന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബിഹേവിയറിസ്റ്റ് മോഡലിൽ ഒരു ഇവാലുവേഷൻ ഉണ്ടാകുമ്പോൾ ആ ഇവാലുവേഷൻ നമ്മൾ ഇന്ന നോളജുകൾ മാത്രം ഉണ്ടാവുകയുള്ളൂ. കണ്ടൻറ്റ് ഓറിയൻറ്റഡ് ആണ് ആ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഈ CCEയിൽ വരുമ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവിസം മോഡലിലേക്ക് വരും. അതിൽ നമുക്ക് അതിൻ്റെ ഹോളിസ്റ്റിക് പരമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ വരും. അതിൽ കൊഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടറും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരിക. നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ് വിത്ത് ദ കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ്. വിദ്യാർത്ഥികളുടെ വികാസവുമായി ബന്ധപ്പെട്ട്, ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന കാര്യത്തിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ കുട്ടികളുടെ വികാസവുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള അസസ്മെൻറ്റ് ഇവാലുവേഷനാണ് നമ്മൾ ഈ CCE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അവസാനത്തെ ഒരു പോയിൻ്റ് പറയുന്നത് ദിസ് പ്രോസസ് ഇൻക്ലൂഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ടെസ്റ്റിംഗ് വിത്ത് റീസണബിൾ ഇൻ്റർവെൽസ്. അതായത് കണ്ടിന്യൂറ്റി ഓഫ് ടെസ്റ്റിംഗ് ആണ്, അതായത് തുടർച്ചയായിട്ട് ടെസ്റ്റ് ചെയ്യുക വിത്ത് റീസണബിൾ ഇൻ്റർവെൽസ്. റീസണബിൾ ഇൻ്റർവെൽസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളൊരു ദിവസം തന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നതിലുപരിയായിട്ട് നമ്മൾ കറക്റ്റായിട്ട്, ഇപ്പോൾ ഇന്നൊരു ഹോംവർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ മറ്റൊരു ഹോംവർക്കും കൂടി അതേ ചാപ്റ്റർ തന്നെ കൊടുക്കാതെ അത് റീസണബിൾ ആയിട്ടില്ല ഇൻ്റർവെല്ലിൽ നമ്മൾ കൊടുക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ആൻഡ് കവറിങ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ഏരിയാസ്.
അതിൽ കരിക്കുലർ കാര്യങ്ങളും വരും, കോ കരിക്കുലർ കാര്യങ്ങളും വരും. ഓക്കെ, സോ ആസ് ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൽ എല്ലാ കാര്യങ്ങളും, അവരുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവരുടെ നോളജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസസ്മെൻ്റാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഓരോ ടേമുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് നോക്കാം നമുക്ക്. ഇവിടെ കണ്ടിന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം, ഇറ്റ് റെഫേഴ്സ് ടു കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഓഫ് അസസ്മെൻറ്റ് ഡ്യൂറിങ് ദ ഹോൾ സെഷൻ. നമ്മൾ ആ ഒരു അക്കാഡമിക് ഇയറിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ കണ്ടിന്യൂസ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്, തുടർച്ചയായിട്ട് ഉണ്ടാവണം. ആൻഡ് റെഗുലാരിറ്റി, റെഗുലറായിട്ട് ഉണ്ടാവണം ഓഫ് അസസ്മെൻറ്റ് ഡ്യൂറിങ് ദ ഹോൾ സെഷൻ. അടുത്തൊരു പോയിന്റ് പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആകും. ദ ഫ്രീക്വൻസി ഓഫ് ക്ലാസ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ് ക്യാൻ മേക്ക് ദ ഇവാലുവേഷൻ റെഗുലർ. അതാണ് അവിടെ റെഗുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസ് ടെസ്റ്റുകളുടെ എണ്ണം, യൂണിറ്റ് ടെസ്റ്റുകളുടെ എണ്ണം അത് കറക്റ്റായിട്ട് നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ഓരോ ടെസ്റ്റുകൾ, ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോഴും ഓരോ ടെസ്റ്റുകൾ, ആ രീതിയിൽ നമ്മൾ കറക്റ്റ് ഒരു ഓർഡറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമുക്ക് നടത്താൻ കഴിയും. അതായത് ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ പീരീഡിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഓരോ പരീക്ഷകൾ ഉണ്ടാവുക. ഓരോ ചാപ്റ്റർ കഴിയും, പരീക്ഷ കഴിയും, അതിനുശേഷം അടുത്ത ചാപ്റ്റർ എടുക്കും, അതിനുശേഷം അതിൻ്റെ പരീക്ഷ കഴിയും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേഷൻ അവിടെ നടക്കും. അതാണ് അവിടെ കണ്ടിന്യൂസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ കോംപ്രഹെൻസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം, ഇറ്റ് റെഫേഴ്സ് ടു ദ ഏരിയാസ് ഓഫ് അസസ്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് സ്കോളാസ്റ്റിക് ആൻഡ് കോ-സ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് പീപ്പിൾസ് ഗ്രോത്ത്, ഹെൽപ്പിംഗ് ടു ദ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ്. അതായത് ഇത് ഏരിയ ഓഫ് അസസ്മെൻ്റ് ആണ് നമ്മൾ ഈ കോംപ്രഹെൻസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഏരിയാസ് ഓഫ് അസസ്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് സ്കോളാസ്റ്റിക് ആൻഡ് കോ-സ്കോളാസ്റ്റിക് ആസ്പെക്ട്സ്. ഈ സ്കോളാസ്റ്റിക്കും ആൻഡ് കോ-സ്കോളാസ്റ്റിക്കും എന്താണ് നമ്മൾ അടുത്തൊരു പോയിന്റിൽ പറയുന്നുണ്ട്. അത് കുട്ടികളുടെ ഗ്രോത്ത്, കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്, അതിൽ സമഗ്രമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള, സമഗ്രം എന്നാണ് നമ്മൾ കോംപ്രഹെൻസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമഗ്രമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഏരിയ, അതാണ് നമ്മളവിടെ കോംപ്രഹെൻസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോളാസ്റ്റിക് ആസ്പെക്ട് ഇൻക്ലൂഡ് കരിക്കുലർ ഏരിയ ഓർ സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയാസ് ആൻഡ് കോ-സ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് ഇൻക്ലൂഡ് ലൈഫ് സ്കിൽ, കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. ഇത് ക്ലിയർ ആണ്. സ്കോളാസ്റ്റിക് ആസ്പെക്റ്റിൽ വരുന്ന കാര്യങ്ങൾ കരിക്കുലർ ഏരിയ, അതായത് നോളജ്, കണ്ടൻറ്റുകളൊക്കെ അതിൽ വരുന്നതാണ്. സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയാസ്, ഓരോ സബ്ജക്റ്റിലും അതിൽ സ്പെസിഫിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് സ്കോളാസ്റ്റിക് ആസ്പെക്റ്റ് എന്നത്. അതേസമയത്ത് തന്നെ കോ-സ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് അത് ലൈഫ് സ്കില്ലുകൾ, കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, അതൊക്കെയാണ് അത് വരുന്നത്. ദ സ്കോളാസ്റ്റിക് ഏരിയാസ് ക്യാൻ ബി ടെസ്റ്റഡ് ത്രൂ റിട്ടൺ ആൻഡ് ഓറൽ ടെസ്റ്റ്. റിട്ടൺ ടെസ്റ്റിലൂടെയും ഓറൽ ടെസ്റ്റിലൂടെയാണ് ചെയ്യുന്നത്. മറ്റുള്ളത് കോ-സ്കോളാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് ഒബ്സർവേഷനിലൂടെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് CCE ആണ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, CCE നമ്മൾ ചെയ്യുന്നതിനാണ്. അതിൻ്റെ കോർ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂറ്റി ഇൻ ഇവാലുവേഷൻ ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ബ്രോഡ് ബേസ്ഡ് ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ ഔട്ട്കംസ്. ഇവാലുവേഷനിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അസസ്മെൻറ്റ് ഓഫ് ബ്രോഡ് ബേസ്ഡ് ലേണിംഗ്, നമ്മളൊരു കണ്ടൻറ്റ് ഓറിയൻറ്റഡ് അല്ലാതെ, ഒരു നോളജ് മാത്രം ബേസ് ചെയ്തിട്ടല്ലാതെ ബ്രോഡ് കോൺസെപ്റ്റിൽ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുക. ആൻഡ് ബിഹേവിയറൽ ഔട്ട്കംസ്, അതിൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്, സൈക്കോളജിക്കൽ പരമായിട്ടും കൊഗ്നിറ്റീവൽ പരമായിട്ടും സൈക്കോമോട്ടോറോ ആക്ടിവിറ്റിയോ അങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് നേടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, കോർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ഓരോ പോയിന്റുകളായിട്ട് പറയുന്നത് ടു മേക്ക് ഇവാലുവേഷൻ ആൻഡ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഇവാലുവേഷൻ നടത്തുക എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അടുത്ത പോയിൻ്റ് ടു ഡെവലപ്പ് സ്കിൽസ്. ഏതൊക്കെ സ്കില്ലുകളാണ്? കൊഗ്നിറ്റീവ് സ്കില്ല്, സൈക്കോമോട്ടർ സ്കില്ലുകൾ, അഫക്റ്റീവ് സ്കില്ലുകൾ. ടു ലേ എംഫസിസ്
തോട്ട് പ്രോസസ്സിനെ നമ്മൾ എംഫസൈസ് ചെയ്യുക, അതിന് നമ്മൾ പ്രചോദനം കൊടുക്കുന്നുണ്ട്. ഡി എംഫസൈസ് മെമ്മറൈസേഷൻ. നമുക്കറിയാം ബ്ലൂംസ് ടാക്സോണമിയിലെ ട്രഡീഷണൽ ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്ന കാര്യം നമ്മൾ തോട്ട് പ്രോസസ്സിനെ നമ്മൾ പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുന്നില്ല, മെമ്മറൈസേഷനാണ് കാര്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ തോട്ട് പ്രോസസ്സിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ടു യൂസ് ഇവാലുവേഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ടു ഗൈഡ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി ഓൺ ദ ബേസ് ഓഫ് റെഗുലർ ഡയഗ്നോസ് ഓഫ് ദ ഫോളോഡ് ബൈ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിനുള്ള റെമഡീസ് നമ്മൾ കൊടുക്കുക. ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജിയിൽ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. ഈ രീതിയിൽ പഠിപ്പിച്ചില്ല കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത പോയിന്റ്, ടു മേക്ക് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് എ ലേണർ സെൻറ്റേർഡ് ആക്ടിവിറ്റി. ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനിലൂടെ നമുക്ക് ഒരു ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി നമുക്ക് ലേണർ സെൻറ്റേർഡ് ആക്കി മാറ്റാൻ കഴിയും. അവസാനത്തെ ഒരു പോയിന്റ് പറയുന്നത്, ടു മെയിൻറ്റെയിൻ ഡിസൈഡ് സ്റ്റാൻഡേർഡ് ഓഫ് അറ്റൈൻമെൻറ്റ്. നമുക്ക് അവസാനമായിട്ട് കിട്ടുന്ന കാര്യം നമ്മൾ ഈ കണ്ടിന്യൂസ് CCEയിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? നമുക്ക് ഒരു ഡിസൈഡ് സ്റ്റാൻഡേർഡ് ഓഫ് അറ്റൈൻമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒബ്ജക്റ്റീവ്സ്. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ മെയിനായിട്ട് ഇതെങ്കിലും നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അടുത്ത് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് CCE ആണ്. അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. യൂസ് ഓഫ് ഗ്രേഡ് ഇൻ പ്ലേസ് ഓഫ് മാർക്സ് ഇൻ ഡിറ്റർമൈനിങ് ദ ലെവൽ ഓഫ് പ്യൂപ്പിൾസ് പെർഫോമൻസ് ആൻഡ് പ്രൊഫിഷ്യൻസി. നമ്മൾ കുട്ടികൾ മാർക്കിന് പകരമായിട്ട് നമ്മൾ ഗ്രേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ ലെവൽ ഓഫ് പ്യൂപ്പിൾസ് പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും, പ്രൊഫിഷ്യൻസിയും മനസ്സിലാക്കാൻ പറ്റും. പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻ്റലിജൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത പോയിൻ്റ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിസൈഡ് ചേഞ്ചസ് ഇൻ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ആൻഡ് മെത്തഡോളജി. നമുക്ക് ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ടു ഓർഗനൈസ് എഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ്. നമുക്ക് ഇതിലൂടെ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനിലൂടെ ഇപ്പോൾ നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ എടുത്തു, കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ നടത്തി, കുറച്ച് CCEകൾ നമ്മൾ നടത്തി, കുറച്ച് അസസ്മെൻറ്റുകളൊക്കെ നടത്തിയപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിച്ച രീതി ശരിയല്ല, അല്ലെങ്കിൽ നമുക്കതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത പോയിൻ്റ്, ഫങ്ഷണൽ ആൻഡ് മീനിങ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ് ഫോർ എഫക്റ്റീവ് യൂസ് ബൈ ഓൾ. ഫങ്ഷണൽ ആൻഡ് മീനിങ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉപകാരപ്രദമായിട്ടുള്ളതും അർത്ഥവത്തായിട്ടുള്ള ഇതുമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഇതുകൊണ്ട് കഴിയും. അടുത്ത പോയിൻ്റ് പറയുന്നത് വൈഡർ യൂസ് ഓഫ് ടെസ്റ്റ് റിസൾട്ട്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. വൈഡർ യൂസ് ഓഫ് ടെസ്റ്റുകൾ അത് റിസൾട്ട് ചെയ്യുന്നത് ഇമ്പ്രൂവ്മെൻറ്റിന് നമുക്ക് അത് റിസൾട്ട് ചെയ്യും. ത്രൂ ഡയഗ്നോസിസ് ആൻഡ് റെമഡിയൽ പ്രോഗ്രാംസ്. എന്തിലൂടെയൊക്കെയാണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക? ഡയഗ്നോസിസ്, നമുക്കത് തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിലൂടെ, ആൻഡ് റെമഡിയൽ പ്രോഗ്രാംസിലൂടെയൊക്കെ നമുക്ക് അത് കണ്ടുപിടിക്കാനും അത് ഇമ്പ്രൂവ് ചെയ്യാനും ഈ CCE കൊണ്ട് നമുക്ക് ഉപകാരപ്രദമാവും. അടുത്ത ഒരു ബെനിഫിറ്റ് പറയുന്നത് എൻകറേജ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ കവറിങ് സ്കോളാസ്റ്റിക് ആൻഡ് കോസ്കോളാസ്റ്റിക് ആസ്പെക്ട്സ്. നമ്മൾ ഈ സ്കോളാസ്റ്റിക്കും ഈ കോസ്കോളാസ്റ്റിക് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്കോളാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കുലാർ, കോസ്കോളാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ കരിക്കുലാർ. ഓക്കെ, അപ്പോൾ നമുക്ക് എൻകറേജ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, സമഗ്രമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നമുക്ക് വിലയിരുത്താൻ നമുക്ക് കഴിയും. ഏതിലൊക്കെ? സ്കോളാസ്റ്റിക് കരിക്കുലർ പരമായിട്ടുള്ള കാര്യങ്ങളിലും കോസ്കോളാസ്റ്റിക് ആസ്പെക്ട്സിലും, അതിലൊക്കെ നമുക്ക് ഈ സമഗ്രമായിട്ടുള്ള ഇവാലുവേഷൻ നടത്താൻ കഴിയും. അടുത്തൊരു ബെനിഫിറ്റ് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രൊവൈഡ് സ്കോപ്പ് ഓഫ് സെൽഫ് ഇവാലുവേഷൻ. ഈ കണ്ടിന്യൂസ് ഇവാലുവേഷനിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ഇത്രയൊന്നും പഠിച്ചാൽ പോരാ, ഇനിയും കുറച്ചുകൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്, എന്നാലേ അടുത്ത പരീക്ഷയാകുമ്പോഴേക്കും മറ്റുള്ള കുട്ടികളുടെ കൂടെയെങ്കിലും, അല്ലെങ്കിൽ നമുക്ക്
കൂടുതൽ കഴിവുകൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ചിന്ത അതിലേക്ക് വരും. സെൽഫ് ഇവാലുവേഷൻ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് തന്നെയാണ് അവസാനത്തെ ഒരു പോയിൻ്റ്, ഡി എംഫസൈസ് ഓഫ് മെമ്മറൈസേഷൻ. മെമ്മറൈസേഷനെ അധികം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ തോട്ട് പ്രോസസ്സിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബെനിഫിറ്റ് ഓഫ് CCE പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഡ്രോബാക്സ് ഓർ ചലഞ്ചസ് ഓഫ് CCE. എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന ചലഞ്ചുകൾ എന്ന് നോക്കാം. അതേപോലെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പോപ്പുലേഷൻ, ടൈം, ഫിനാൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതല്ലാതെ നമുക്ക് ഇതിലെന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഒരുപാട് സമയം ആവശ്യമുള്ളൊരു സാധനമാണ് ഈ CCE എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹെവി വർക്ക് ലോഡ് ഓഫ് ടീച്ചേഴ്സിന് അത് ഹെവി വർക്ക് ലോഡ് തന്നെയാണ്. പ്രത്യേകിച്ച് അതിന് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. മൂന്നാമത്തെ പോയിൻറ്റ്, ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് എക്സ്റ്റേണൽ എക്സാമിനേഷൻ. നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും എക്സ്റ്റേണൽ എക്സാമിനേഷൻ നടത്താതെ നമുക്കൊരിക്കലും ഒരു CCE കംപ്ലീറ്റ് ആവില്ല. അടുത്ത പോയിൻ്റ് പറയുന്നത് ലാർജ് ക്ലാസ് സ്ട്രെങ്ത്ത്. ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഈ CCE കറക്റ്റായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഹൈ പീപ്പിൾ ടീച്ചർ റേഷ്യോ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് തീർക്കാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ നമുക്ക് 30:1 അല്ലെങ്കിൽ നമുക്ക് 40:1 എന്ന് പറയുന്ന ഓരോ ലെവലിനും ഓരോ പർട്ടിക്കുലർ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് റേഷ്യോയിൽ ഇത് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് CC കറക്റ്റായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആബ്സെൻറ്റീസം, അത് കുട്ടികൾ ആബ്സെൻ്റ് ആവുന്നത്, അതേപോലെ ടീച്ചർ ആബ്സെൻ്റ് ആവുന്നതൊക്കെ ഇതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ലേണേഴ്സ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ക്ലാസ് റൂമുകളാണ്. പല രീതിയിലുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, സ്ലോ ലേണേഴ്സും ഗിഫ്റ്റഡ് സ്റ്റുഡൻസും ഒരേ ക്ലാസ്സിലുണ്ടായി കഴിഞ്ഞാൽ അവിടെയുള്ള കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. മോണിറ്ററിങ് ആൻഡ് ഫീഡ്ബാക്ക്. ഈ മോണിറ്ററിങ് ആൻഡ് ഫീഡ്ബാക്ക് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് പറയാൻ പറ്റും. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാര്യവും പറയാൻ പറ്റും. അതേപോലെ തന്നെ മോണിറ്ററിങ് ചെയ്യുന്നത് നല്ലതിനാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ റെമഡിയേഷൻ ആൻഡ് എൻറിച്ച്മെൻറ്റ്. കറക്റ്റ് റെമഡിയേഷൻ നമുക്ക് എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതും ഇതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റുന്ന ഇത് എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.